വെൽക്കം ടു ടെക്പിക് മീഡിയ. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ മി ബാൻഡ് 4നെ കുറിച്ചാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ ഒരു ബാൻഡാണ്, ഒരു സ്മാർട്ട് ബാൻഡാണ് മി ബാൻഡ് 4. ഇത് നമ്മുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നമുക്കിതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഇതൊരു AMOLED കളർ ടച്ച് സ്ക്രീനാണ് ഇതിന് വരുന്നത്. പിന്നെ സാധാരണ ബാൻഡുകളെ അപേക്ഷിച്ച് ഇതിന് നല്ല ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉള്ളിലൊരു വൈറ്റ് ബോക്സാണ്. ഇതാണ് സ്മാർട്ട് ബാൻഡ്. പിന്നൊരു യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, കുറച്ച് പേപ്പർ വർക്ക്സും ഇതിലുണ്ട്. അടുത്തതായി ഇതിൻ്റെ ചാർജിങ് സ്ലോട്ടാണ്. ഇത് ഉപയോഗിച്ചാണ് റെഡ്മി ബ്രാൻഡ്, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചാർജിങ് ചെയ്യുന്നത്. ഇതാണ് റെഡ്മി ബാൻഡ് 4. ഇത് നല്ലൊരു ലുക്കാണ്. ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഓണാക്കുമ്പോൾ കാണുന്നത് പെയർ ഫസ്റ്റ് എന്ന സ്ക്രീനാണ്. നമുക്ക് ഫോണിൽ മി ഫിറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഉപയോഗിച്ച് മാത്രമേ നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ലോഗിൻ, സൈൻ ഇൻ എന്നൊരു 2 ഓപ്ഷനുകളുണ്ട്. ഇതിൽ ലോഗിൻ ചെയ്യുക. ഇതിൽ പ്രൊഫൈലിൽ ആഡ് ഡിവൈസ് എന്ന് കൊടുത്താൽ ബാൻഡ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡിവൈസ് സെർച്ച് ചെയ്യുന്നതാണ്. സെർച്ച് ചെയ്ത് കുറച്ച് സമയത്തിനകം നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആകും. അപ്പോൾ ഡിവൈസിൻ്റെ സ്ക്രീനിൽ കണക്റ്റായി. സ്ക്രീനിൽ ഇത് കണക്റ്റ് ചെയ്യണമോ എന്ന് ഒരു ഓപ്ഷൻ വരും. അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ കണക്റ്റായി. സ്ക്രീനിൽ ടൈമും മറ്റു കാര്യങ്ങളും വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ വളരെയധികം യൂസ്ഫുള്ളായ കുറേ ഓപ്ഷനുകളും കുറേ മോഡുകളും ഉണ്ട്. നമുക്കിതിൻ്റെ സ്ക്രീനിൻ്റെ ഡിസൈനുകൾ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ടച്ച് ചെയ്താൽ ആ സ്ക്രീൻ സൂട്ടായി. വളരെയധികം ഓപ്ഷനുകളുള്ള ഒരു ബാൻഡാണ് ഇത്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് ഓപ്ഷനിൽ പോയി സെറ്റിങ്സിൽ പോയി ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് കൂട്ടാൻ നമുക്ക് സാധിക്കുന്നു. അടുത്തതായി ഹാർട്ട് റേറ്റ് സെൻസറാണ്. ഇത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ. ഒരു ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റർ കത്തുന്നത് നമുക്ക് കാണാം. അതിൻ്റെ അടുത്തായി ഒരു സെൻസറും ഉണ്ട്. ഒരു ഏകദേശം നല്ലൊരു കൗണ്ടിങ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് കൗണ്ടിങ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തതായി നമ്മുടെ ഫോണിലെ മി ബാൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതാണ്. ഒരു അപ്ഡേറ്റിംഗ് നമുക്ക് കാണുന്നുണ്ട്. ചെറിയൊരു അപ്ഡേറ്റിംഗ് ഇതിനുണ്ട്. വരുന്നത് ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാണ് അതിൽ വരുന്നത്. സ്ക്രീനിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് അവിടെ എഴുതി കാണിക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഡിസ്പ്ലേ ഹെഡുകൾ നമുക്ക് കാണാനായി സാധിക്കുന്നു. ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഡൗൺലോഡായി സ്മാർട്ട് ബാൻഡായി സിങ്ക് ആവുന്നതാണ്. ഇത് കുറച്ച് നേരത്തിനകം സിങ്കിങ് എന്നൊരു ഇതാണ് ഇതിൽ കാണുന്നത്. കുറച്ച് നേരത്തിനകം ഫുൾ അതേ ഡിസ്പ്ലേ ഹെഡ് സ്മാർട്ട് ബാൻഡിലും വന്നു. ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസ്പ്ലേ ഹെഡുകൾ നമുക്ക് ഇതിൽ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്.
അടുത്തതായി നമുക്ക് ഇതിൽ കുറേ വെതർ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. നമുക്ക് കാലാവസ്ഥയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻസ്, മെസ്സേജുകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ് മെസ്സേജുകളൊക്കെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. മ്യൂസിക് പ്ലെയറിൽ പാട്ട് മാറ്റാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അടുത്തതായി അലാറം, ക്ലോക്ക്. ഇതിൻ്റെ എബൌട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു. ഇത് മറ്റ് ബാൻഡുകളെ അപേക്ഷിച്ച് നല്ലൊരു യൂസ്ഫുള്ളായ ഒരു ബാൻഡാണ്. നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.